നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിലെ വ്യവസായി മുംതാസ് അലിയുടെ മരണം പിന്നിൽ ഹണി ട്രാപ്പ് എന്ന് പോലീസ്. പോലീസിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവം പ്രതിഷേധം ശക്തമാകുന്നു. SI വന്ന് താക്കോൽ ഊരിപ്പോയി. ഓട്ടോറിക്ഷ വിട്ടുതരാതെ എന്നെ ടോർച്ചർ ചെയ്തു. മരിക്കുന്നതിന് മുൻപ് അബ്ദുൽ സത്താർ പങ്കുവച്ച വീഡിയോ KCN ന്യൂസിന്. ഓട്ടോ ഡ്രൈവറുടെ ആത്മഹത്യ. പോലീസിന് വീഴ്ച ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ചൈനയിൽ ചരക്ക് കപ്പലിൽ നിന്നും കാണാതായ മാലക്കല്ല് സ്വദേശി ആൽബർട്ടിനെ കണ്ടെത്താൻ നടപടി വേണം. E. ചന്ദ്രശേഖരൻ MLA മുഖേന കുടുംബം മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പൊസോട്ട് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ജമാഅത്ത് കമ്മിറ്റി. വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. വാർത്തകൾ വിശദമായി. മംഗളൂരുവിലെ വ്യവസായി മുംതാസ് അലിയുടെ മരണം പിന്നിൽ ഹണി ട്രാപ്പ് എന്ന് പോലീസ്. അറസ്റ്റിലായ സ്ത്രീ ഉൾപ്പെടെ 6 പേരെ ചോദ്യം ചെയ്തതിലാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. സംഘം നിരന്തരം പണം ആവശ്യപ്പെട്ട് മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനോടകം 25 ലക്ഷം രൂപ മുംതാസ് അലിയിൽ നിന്നും സംഘം കൈക്കലാക്കിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. പ്രമുഖ വ്യവസായിയും സാമൂഹിക പ്രവർത്തകനുമായ BM മുംതാസ് അലിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ ഹണി ട്രാപ്പ് എന്ന് പോലീസ്. മലയാളിയായ റഹ്മത്ത് എന്ന സ്ത്രീക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ പകർത്തി മുംതാസ് അലിയെ 6 സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഇവർ 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായും പോലീസ് പറഞ്ഞു. കൂടുതൽ പണം ആവശ്യപ്പെട്ട് സംഘം വീണ്ടും മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ റഹ്മത്ത്, അബ്ദുൽ സത്താർ, ഷാഫി, മുസ്തഫ, സുഹൈബ്, സിറാജ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ ദേശീയപാതയിൽ മംഗളൂരു കുളൂർ പാലത്തിന് സമീപം ഫാൽഗുനി നദിയിൽ നിന്നാണ് മുംതാസ് അലിയുടെ മൃതദേഹം കണ്ടെടുത്തത്. ഞായറാഴ്ച പുലർച്ചെ 5ഓടെ പാലത്തിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ ആഡംബരക്കാർ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പനമ്പൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും പാലത്തിനടുത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പെ ഉൾപ്പെട്ട സംഘവും ദേശീയ ദുരന്ത നിവാരണ സേനയും ചേർന്ന് പുഴയിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 3ഓടെ വീട് വിട്ട മുംതാസ് അലി താൻ മടങ്ങി വരില്ലെന്ന് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചിരുന്നതായി ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു. കോൺഗ്രസ് മുൻ MLA മുഹിയുദ്ദീൻ ബാവയുടെയും ജനതാദൾ മുൻ MLC BM ഫാറൂഖിന്റെയും സഹോദരനാണ് മരിച്ച മുംതാസ് അലി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോലീസിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവം പ്രതിഷേധം ശക്തമാകുന്നു. തളങ്കര സ്വദേശി അബ്ദുൽ സത്താറാണ് കഴിഞ്ഞ ദിവസം താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ചത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം വിട്ടു നൽകാത്തതിൽ മനംനൊന്താണ് അബ്ദുൽ സത്താർ ആത്മഹത്യ ചെയ്തതെന്നാണ് ആരോപണം. തിങ്കളാഴ്ച വൈകുന്നേരം താമസ സ്ഥലത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് കാസർകോട്ടെ ഓട്ടോറിക്ഷ തൊഴിലാളി അബ്ദുൽ സത്താറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് കസ്റ്റഡിയിലുള്ള ഓട്ടോ വിട്ടുകിട്ടാത്തത് മൂലമുള്ള മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം. സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കാൻ കാസർഗോഡ് അഡീഷണൽ SP P. ബാലകൃഷ്ണൻ നായരെ ജില്ലാ പോലീസ് മേധാവി D. ശിൽപ ചുമതലപ്പെടുത്തി. ഡ്രൈവറുടെ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T. ഉത്തംദാസിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കും. ആരോപണ വിധേയനായ SI P. അനൂപിനെ തിങ്കളാഴ്ച രാത്രി തന്നെ ചന്ദേര പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. 5 ദിവസം മുൻപാണ് അബ്ദുൽ സത്താറിന്റെ ഓട്ടോ ടൗൺ SP P. അനൂപും സംഘവും കസ്റ്റഡിയിലെടുത്തത്. ടൗൺ പോലീസ് ഓട്ടോ പിടിച്ചുവെച്ചെന്നും വിട്ടു നൽകാതെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്താണ് സത്താർ ആത്മഹത്യ ചെയ്തത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ക്വാർട്ടേഴ്സിൽ ഡ്രൈവറെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. അതേസമയം വണ്ടി വിട്ടു നൽകാൻ DYSP നിർദ്ദേശിച്ച ശേഷം അബ്ദുൽ സത്താർ പോലീസ് സ്റ്റേഷനിൽ എത്തിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോലീസിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ അബ്ദുൽ സത്താർ ആത്മഹത്യ ചെയ്ത സംഭവം. പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയ നടപടി തൃപ്തികരമല്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. വയോവൃദ്ധനായ ഒരാളെ ഇങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലായിരുന്നു. അതായത് ജസ്റ്റ് ഒന്ന് ഫൈൻ അടിച്ചിട്ട് വിട്ടാൽ മതിയായിരുന്നു. അതുമാത്രമല്ല, ഈ ആരോപണ വിധേയനായ SIയും അതുപോലെ തന്നെ ഈ ഹോം ഗാർഡ് അല്ലെങ്കിൽ തന്നെ എല്ലാ ഓട്ടോ ഡ്രൈവർമാർ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു കലിയാണ്. ആ ഹോം ഗാർഡിന് എവിടെ വെച്ചാലും ഹോം ഗാർഡ് ഓട്ടോ ഡ്രൈവർമാരെ മാനസികമായി പീഡിപ്പിക്കൽ കൂടുതലാണ്. പിന്നെ SIയെ കൂടുതലായിട്ട് അറിയില്ല. പിന്നെ അതുമാത്രമല്ല, ഈ SIയെ സ്ഥലം മാറ്റിയത് കൊണ്ട് മാത്രം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം
ഒരാൾ ESI കാരനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഈ കാസർഗോഡ് സ്റ്റേഷനിലെ ഒരുപാട് പോലീസുകാർ നല്ല പോലീസുകാരാണ് ഈ കാസർഗോഡ് സ്റ്റേഷനിലുള്ള. കാരണം ഓട്ടോ ഡ്രൈവർമാരോട് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന പോലീസുകാരാണ് കാസർഗോഡ് സ്റ്റേഷനിലുള്ളത്. പക്ഷേ ഈ ഒരു SI കാരനാണ് ഇദ്ദേഹം മരിക്കാനിടയായത്. കാരണം ചെറിയൊരു കാരണമാണ് 250 രൂപ ഫൈനടിച്ച് വീഴേണ്ട ഒരു കാര്യത്തിന് വലിയൊരു കാര്യമാക്കി അദ്ദേഹം ആത്മഹത്യ ചെയ്ത് വളരെ വേറെ വിഷമമായ കാര്യമാണ്. ഈ സ്ഥലം മാറ്റിയത് പോരാ, അദ്ദേഹത്തെ ഈ ഡിസ്മിസ് ചെയ്യേണ്ടത് തന്നെ. അത് ഒരു കാരണവശാലും ഇതുപോലെ ചെയ്ത ഒരു ചെയ്തിക്ക് അയാൾക്ക് കൊടുത്ത ശിക്ഷ ഇത് പോരാ. മറ്റുള്ള ജില്ലകളിൽ എങ്ങനെ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും പോലീസ് സ്റ്റേഷനും മറ്റുള്ള ഹെഡ് ക്വാർട്ടേഴ്സും അതും ഇതെല്ലാം തകർത്ത് കാണട്ടെ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ മാന്യമായിട്ട് ഒരു ചെറു പ്രതിഷേധവും അതിൻ്റെ സംബന്ധമായിട്ടുള്ള ഞങ്ങളൊരു ഓട്ടോ സമരം നടത്തിയതാണ്. നമ്മൾ ന്യായത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. നമ്മളെന്താ അക്രമമോ അതോ ഒന്നും അയച്ചു വിട്ടിട്ടില്ല പോലീസിനെതിരെ. പോലീസ് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ പോലീസല്ല അതുപോലുള്ളത്, ചില പോലീസുകാർ ഇതുള്ളതുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ സസ്പെൻഡ് ചെയ്യണം. പിന്നെ ഈ ഹോം ഗാർഡിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും എന്താകണം, ഈ പണിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. SI വന്ന് താക്കോൽ ഊരിപ്പോയി. ഓട്ടോറിക്ഷ വിട്ടുതരാതെ എന്നെ ടോർച്ചർ ചെയ്തു. ചിലവിന് വരെ കൊടുക്കാൻ പൈസയില്ല. മരിക്കുന്നതിന് മുൻപ് അബ്ദുൽ സത്താർ പങ്കുവച്ച വീഡിയോ KCN ന്യൂസിന് ലഭിച്ചു. KCN എക്സ്ക്ലൂസീവ്. ഞങ്ങളെ ട്രാഫിക് നടന്ന് നമ്മളെ വിട്ടു. ഞങ്ങൾ ഇറങ്ങി ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു മൂലക്ക് നിന്ന് ഹോം ഗാർഡ് ചാടി വണ്ടിയിൽ വീട്ടിൽ പോകാൻ പാടില്ല. അവിടെ റോഡ് ഫ്രീ ആയിരുന്നു, 2 സൈഡ് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ വിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ നമുക്ക് ബാക്കിൽ പോകാൻ പറ്റില്ല, ഫ്രണ്ടിലും പോകാൻ പറ്റില്ല, എന്തും ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ SIനെ വിളിച്ചു. SI വന്നിട്ട് താക്കോൽ ഊരിയിട്ട് പോയി. അപ്പോൾ ഉള്ളതും ബ്ലോക്കായി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾക്കാരെല്ലാം വണ്ടിയിലെ ആൾക്കാരെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നമാക്കുമ്പോൾ പിന്നെ താക്കോൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് കുറേ നിയമമുണ്ടല്ലോ, കുറേ വകുപ്പ് ചാർത്തിയിട്ട് ഇവനവിടെ ഇട്ട് ഹോം അറസ്റ്റ് ആക്കിയിട്ടുണ്ട്. 2 ജാമ്യം വേണമെന്നെല്ലാം പറഞ്ഞു. എനിക്ക് 2 ജാമ്യം പോയിട്ട് എനിക്കിവിടെ കാസർഗോഡ് ആരുമില്ല. എൻ്റെ നാട് കാസർഗോഡാണ്, ഞാൻ കല്യാണം കഴിച്ച മാംഗ്ലൂരാണ്. ഞാൻ എൻ്റെ താമസമെല്ലാം മാംഗ്ലൂരാണ്. ഞങ്ങളുടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. ആഴ്ചയിൽ വീട്ടിലൊക്കെ പോകാറുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലെ ചിലവിന് വരെ പൈസ കൊടുക്കാനില്ല. 3-ാം തീയതിയാണ് 31-ാം തീയതിയാണ് ഞാൻ ലോൺ അടിച്ചത് ലേറ്റായിട്ട്. അത് പകുതി അത് 6000 കൊടുത്ത്, പിന്നെ ഞാൻ കൊടുത്തത് 3000 3-ാം തീയതി. അങ്ങനെല്ലായിട്ട് ലോൺ കിട്ടിയത്. പിന്നെ എനിക്ക് സുഖമില്ല, ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്. എനിക്ക് രാവിലെ 5 മണിക്ക് ഞാൻ നിസ്കരിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ വരുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക്. ആ 12 മണിക്ക് വന്നാൽ ഭക്ഷണം വെച്ച് കഴിച്ച് ഗുളികയെല്ലാം കഴിച്ച് ഒരു 2 മണിക്കൂർ ഉറങ്ങും. അതിൻ്റെ വൈകുന്നേരം 4:30 പോകും. പോയി 10 മണി വരെ പണിയെടുക്കും. എൻ്റെ കാലിന് സുഖമില്ല. എല്ലായിട്ടും ഞാൻ നല്ല ബുദ്ധിമുട്ട്. അതല്ലാണ്ട് വണ്ടി മേടിച്ച് തന്ന ഒരു സുഹൃത്താണ്. ഓന് ഞാൻ ഡൗൺ പേയ്മെൻറ്റ് 25,000 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓൻ്റെ പേരിലാണ്. എൻ്റെ ആധാർ കാർഡ് എടുത്തല്ലാത്തത് കൊണ്ട് ഓൻ്റെ പേരിൽ എടുക്കേണ്ട വന്നു വണ്ടി. അതാണ് പ്രശ്നം വന്നത്. എൻ്റെ പേരിലില്ല വണ്ടി. അതുകൊണ്ട് ഇവരെന്നെ ടോർച്ചർ ചെയ്യാണ് പോലീസുകാർ. ഇന്ന് വാ, നാളെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഇവിടെ പോയി SP ഓഫീസിൽ കംപ്ലൈൻറ്റുമായിട്ട്. ഇപ്പോഴത്തെ റിസപ്ഷൻ പറഞ്ഞ് അടിക്കുന്നു. അതെല്ലാം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തെന്നറിയില്ല. പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞ് DYSPൻ്റെ അടുത്ത് പോകും. അങ്ങനെ DYSPൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയില്ല. അയാൾ പറഞ്ഞ് ഞാൻ CC വീഡിയോ ഫോട്ടേജ് കണ്ടു എന്ന് പറഞ്ഞു. നീ പോയിക്കോ, നിങ്ങൾക്ക് വേണ്ടത് പിന്നെ വണ്ടി ആൾ തരും, ഫൈനൊന്നും എടുക്കില്ല, വണ്ടി എടുത്തിട്ട് പോകും. ഇവിടെ വന്നിട്ട് അമ്മ പറയുന്നത് പുതിയ വണ്ടിയാണ്, അതിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പർ വേണം, ഇൻഷുറൻസിൻ്റെ പേപ്പർ വേണം, എല്ലാം ഞാൻ എൻ്റെ മൊബൈലിലെല്ലാം കാണിച്ചു. അത് പറ്റില്ല, ഒറിജിനൽ വേണം, പിന്നെ പൊല്യൂഷൻ്റെ പേപ്പർ വേണം. പൊല്യൂഷൻ ഒരു കൊല്ലം കഴിയാതെ പൊല്യൂഷൻ ആയിരുന്നു കിട്ടാൻ. വണ്ടി പുതിയ 8 മാസം ആയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള സംഗതി. അങ്ങനെ ഞാനിപ്പോൾ ലൈവായിട്ട് നിങ്ങളോട് പറയാൻ കാരണം, ഈ പോലീസുകാർ, കാസർഗോഡുള്ള പോലീസുകാർ അത്രക്കും വൃത്തികെട്ട SI ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവരാണ് ഇതെല്ലാം പ്രശ്നം. എൻ്റെ വണ്ടി അവിടെ പിടിച്ച് വെച്ചിട്ട് ഇപ്പം ഇന്നേക്ക് 5 ദിവസമായി, വ്യാഴാഴ്ച പിടിച്ചതാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ വീട് പട്ടിണിയാണ്. ഞങ്ങൾക്ക് ആടെയും വാടകയ്ക്ക് താമസിക്കുന്നത്, വീടും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. എനിക്ക് വീടൊന്നുമില്ല സ്വന്തമായിട്ട്. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ്.
നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ മെസ്സഞ്ചറിലുള്ള ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ സഖാക്കൾക്കും ലാൽ സലാം അവസാനമായിട്ടുള്ളത്. ചൈനയിൽ ചരക്ക് കപ്പലിൽ നിന്നും കാണാതായ മാലക്കല്ല് സ്വദേശി ആൽബർട്ടിനെ കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇ ചന്ദ്രശേഖരൻ MLA മുഖേന കുടുംബം മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ആൽബർട്ടിനെ കാണാതായ മേഖലയിൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കപ്പൽ യാത്രയ്ക്കിടെ കാണാതായ മാലക്കല്ല് സ്വദേശി ആൽബർട്ട് ആന്റണിയെ കണ്ടെത്താൻ കടലിൽ വീണ്ടും പരിശോധന തുടങ്ങി. ആൽബർട്ടിനെ കാണാതായ മേഖലയിൽ അന്നു തന്നെ കപ്പൽ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും സൂചനകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നിർത്തിവച്ചതായി കുടുംബത്തിന് അറിയിപ്പ് ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഓസ്ട്രേലിയൻ കപ്പൽ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചതായി വിവരം വീട്ടുകാർക്ക് ലഭിച്ചത്. അതേസമയം ആൽബർട്ട് ജോലി ചെയ്തിരുന്ന കപ്പൽ യാത്ര തുടങ്ങി. മകനെക്കുറിച്ചുള്ള വിവരം ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. കഴിഞ്ഞ മാസം 4-നാണ് മാലക്കല്ല് അഞ്ചാലയിലെ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കുഞ്ചാരക്കാട്ട് KM ആന്റണിയുടെയും ML ബീനയുടെയും മകൻ ആൽബർട്ട് ആന്റണിയെ ജോലി ചെയ്യുന്ന ട്രൂ കോൺറാഡ് കപ്പലിൽ നിന്നും കാണാതാകുന്നത്. ഇത് സംബന്ധിച്ച് കമ്പനി അധികൃതർ രേഖാമൂലം ബന്ധുക്കൾക്ക് അറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് ആൽബർട്ടിനെ കാണാതായ മേഖലയിൽ കപ്പൽ തിരച്ചിൽ നടത്തിയിരുന്നു. സൂചനയൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചതായി ഞായറാഴ്ച ഉച്ചയോടെ കമ്പനി അറിയിച്ചിരുന്നു. സിനേജി മാരിടൈം കമ്പനിയുടെ MV ട്രൂ കോൺറാഡ് എന്ന ചരക്ക് കപ്പലിലെ ഡ്രഗ് ട്രെയിനി കേഡറ്റായിരുന്നു ആൽബർട്ട് ആന്റണി. ചൈനയിലെ ഹോങ്കോങ്ങിൽ നിന്നും ബ്രസീലിലേക്കുള്ള യാത്രയ്ക്കിടെ വെള്ളിയാഴ്ച രാവിലെ പ്രാദേശിക സമയം 11:45 കൊളംബോ തുറമുഖത്ത് നിന്നും 300 നോട്ടിക്കൽ മൈൽ അകലെ കപ്പലെത്തിയപ്പോഴാണ് ആൽബർട്ടിനെ കാണാതാകുന്നത്. തിരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ഇ ചന്ദ്രശേഖരൻ MLA മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബന്ധുവായ യുവാവിനെ വനത്തിനകത്ത് വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അടൂർ വെള്ളക്കാനയിലെ സുധാകരൻ എന്ന ചിദാനന്ദയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയായ ഗണപ്പ നായക്കിനെ കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 1 ജഡ്ജ് A മനോജ് ശിക്ഷ വിധിച്ചത്. ബന്ധുവായ യുവാവിനെ വനത്തിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പിഴയടച്ചില്ലെങ്കിൽ 2 വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം. അടൂർ വെള്ളക്കാനയിലെ സുധാകരൻ എന്ന ചിദാനന്ദയെ കൊലപ്പെടുത്തിയ കേസിൽ അടൂർ കാട്ടിക്കജെ മാവിനടിയിലെ ഗണപ്പ നായിക്കിനെയാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 1 ജഡ്ജ് A മനോജ് ശിക്ഷിച്ചത്. 2019 ഫെബ്രുവരി 7-ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അടൂർ റിസർവ് ഫോറസ്റ്റിലെ വെള്ളക്കാന ഐവർകുഴിയിൽ ചിദാനന്ദനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 6-ാം തീയതി വൈകുന്നേരം 6:30 മണിയോടെ ചിദാനന്ദനെ ഗണപ്പ നായിക്ക് കഴുത്ത് ഞെരിച്ചും തലയിൽ കല്ലുകൊണ്ടിടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു. ചിദാനന്ദൻ പ്രതിയുടെ തോട്ടത്തിൽ നിന്നും അടക്ക മോഷ്ടിച്ചുവെന്നാരോപിച്ചായിരുന്നു കൊലപാതകം. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെയും സംഭവ ദിവസം ഇരുവരെയും ഒന്നിച്ചു കണ്ടുവെന്ന സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട ചിദാനന്ദൻ്റെ രക്തം പുരണ്ട പ്രതിയുടെ തോർത്ത്, പ്രതിയുടെ ദേഹത്ത് കാണപ്പെട്ട പരിക്ക് എന്നിവ നിർണായക തെളിവുകളായി. ആദൂർ CIമാരായിരുന്ന MA മാത്യു, AV ജോൺ എന്നിവരാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ഇപ്പോഴത്തെ SMS DYSP K പ്രേംസദനാണ്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ E ലോഹിതാക്ഷൻ, അഡ്വക്കേറ്റ് ആതിരാഭാലൻ എന്നിവർ ഹാജരായി. ഗണപ്പ നായിക് ബന്ധുവായ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ്. പ്രസ്തുത കേസിൽ ജയിലിൽ നിന്നിറങ്ങി 1.5 കൊല്ലത്തിനു ശേഷമാണ് ചിദാനന്ദനെ കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൊസോട്ട് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ജമാഅത്ത് കമ്മിറ്റി. ഇത്തരം വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26 വെള്ളിയാഴ്ച കഴിഞ്ഞ് 28 ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സമയത്ത് ഞങ്ങൾ മദ്രസയിൽ എല്ലാവരെയും ക്ഷണിക്കുകയും എല്ലാ കമ്മിറ്റി മെമ്പർമാരും അവിടെ വരികയും ചെയ്തു. എന്നിട്ട് അവിടെ നിന്നാണ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്തുണ്ട് പോലീസ് വണ്ടിയും 3-4 ആൾക്കാർ കമ്മിറ്റിയിൽ ഇല്ലാത്തവരും പുറത്ത് വന്നിട്ട് നിൽക്കുന്നു. അവരുള്ളിലേക്ക് വരുന്നു. എന്നിട്ട് പോലീസ് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ കമ്മിറ്റി എടുക്കാൻ പാടില്ല, പ്രശ്നമുണ്ടോ? ഞങ്ങൾ ഒരു പ്രശ്നമില്ലല്ലോ സാറേ. അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുന്ന് കമ്മിറ്റി എടുക്കാൻ നിങ്ങൾ അനുവദിക്കണം, നിങ്ങൾ ഇവരെ ഈ 2-3 ആൾക്കാരെ ഇവിടുന്ന് പുറത്താക്കണം. അവർ പുറത്താക്കി. അവർ അവസാനം അവർ പറഞ്ഞു എന്താണ് പ്രശ്നം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇവിടെ 27 ആളെ കമ്മിറ്റി, അന്ന് 25 ആളാണ് ഹാജരായത്, 2 ആൾ ഹാജരായത്. അപ്പോൾ അതിൽ 23 ആൾക്കാരും
എനിക്ക് അംഗീകരിക്കുന്ന ഒരു സെക്രട്ടറിൻ്റെ പേർക്ക് ഒരു സെക്രട്ടറി ഞാൻ സെക്രട്ടറിയാണ് വിളിക്കുന്ന AK മൊയ്തീൻ ഹാജി. ജമാഅത്ത് പ്രസിഡന്റ് MA അബ്ദുള്ള ഹാജി, ജനറൽ സെക്രട്ടറി KK മൊയ്തീൻ കുഞ്ഞി ഹാജി, വൈസ് പ്രസിഡന്റ് MP ഹനീഫ് ഹാജി, ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളായ K ഉസ്മാൻ ഹാജി, ഇബ്രാഹിം ബൂട്ടോ, ഖാലിദ് ദുർഗിപ്പള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോലീസ് RSS കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നുവെന്ന തലക്കെട്ടിൽ SDPI സംസ്ഥാന കമ്മിറ്റി ജനജാഗ്രതാ ക്യാമ്പയിനിൽ ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. SDPI ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പോലീസ് RSS കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നതായി ആരോപിച്ച് SDPI സംസ്ഥാന കമ്മിറ്റി ആരംഭിച്ച ജനജാഗ്രതാ ക്യാമ്പയിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്വർണ്ണക്കടത്തുകളിൽ മലപ്പുറത്ത് നടക്കുന്നത് ജനദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സംഘപരിവാർ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണെന്നും ആരോപണങ്ങൾ ഏറെ വന്നിട്ടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം പേരിന് മാത്രം സ്ഥാനം മാറ്റിയിരിക്കുകയാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. തികച്ചും RSS പോലീസ് കൂട്ടുകെട്ട് വളരെ വ്യാപകമായ രീതിയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ നയത്തിനെതിരെയായിട്ടാണ് ഇത്തരമൊരു പ്രവർത്തനം വ്യാപകമായ രീതിയിൽ കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, സമീപ കാലത്തുണ്ടായ ഒരുപാട് സംഭവവികാസങ്ങൾ, ഒരുപാട് കേസുകൾ. ഈ കേസുകളിലൊക്കെ BJPക്കാരായ ആളുകൾക്കെതിരെയുള്ള കേസുകളിലൊക്കെ പോലീസിൻ്റെ റിപ്പോർട്ട് തികച്ചും അനുകൂലമായ രീതിയിലാണ് പല കേസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധ്യമല്ല. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് പക്യാര, ജനറൽ സെക്രട്ടറി AH മുനീർ, സെക്രട്ടറി ഖാദർ അറഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ GVHSSൽ 2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. സാക്സോഫോണിസ്റ്റ് ശിവാനി തന്റെ സാക്സോഫോൺ വാദനത്തോടെ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ചത്തൂർ GVHSSൽ 2024-25 അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. സാക്സോഫോണിസ്റ്റ് ശിവാനി തന്റെ സാക്സോഫോൺ വാദനത്തോടെ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബാലകൃഷ്ണജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SMC പ്രസിഡന്റ് സഫിയ, മുൻ PTA പ്രസിഡന്റ് UH അബ്ദുൽ റഹ്മാൻ, SMC അംഗവും അധ്യാപകനുമായ ഈശ്വരായം, അധ്യാപകരായ ബിനു ബേബി, റാണി വാസുദേവൻ, രവീന്ദ്ര റൈ, K അനിത, PG അമിത എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. തുടർന്ന് ക്ലാസിക്കൽ നൃത്തം, നാടോടി നൃത്തം, സംഘനൃത്തം, സംഘഗാനം, മാപ്പിളപ്പാട്ട്, ദേശഭക്തി ഗാനം, ഒപ്പന, തിരുവാതിര, നാടകം തുടങ്ങിയ വിവിധ മത്സരങ്ങൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജീവിതക്രമത്തിൽ ശുചിത്വ കാര്യങ്ങളിൽ പാലിക്കേണ്ടവയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ഓർമ്മപ്പെടുത്തുന്ന പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി ഹരിതകർമ്മസേന വഹിക്കുന്ന പങ്ക് ചോദിച്ചറിഞ്ഞ് പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ പഠിക്കുന്ന 3ാം തരത്തിലെ കുരുന്നുകളാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുമായി മുഖാമുഖം നടത്തിയത്. 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ മൈനക്കൊരു കത്ത് എന്ന പാഠത്തിലാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, നമ്മൾ പാലിക്കേണ്ട ജീവിത രീതി തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്നത്. പല ഘട്ടങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വകാര്യ വാണിജ്യ സ്ഥാപനങ്ങളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പലതരം പാഴ്വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ക്ലേശിച്ചിരുന്നു. എന്നാൽ ഇന്ന് നാട് വൃത്തിയാക്കുന്ന ഹരിതകർമ്മസേന എന്ന കൂട്ടായ്മ വഹിക്കുന്ന പങ്ക് മുഖാമുഖത്തിലൂടെ കുട്ടികൾ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഏതൊക്കെ മാലിന്യങ്ങളാണ് ശേഖരിക്കുന്നത്, തരംതിരിച്ചയക്കുന്നത്, പുനരുപയോഗ സാധ്യതയുള്ളവ ഏതൊക്കെ, തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ എത്ര ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട് തുടങ്ങി 20ൽ പരം ചോദ്യങ്ങൾ കുട്ടികൾ സേനാംഗങ്ങളോട് ചോദിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ പ്രസിഡന്റ് VV രാജശ്രീ, സെക്രട്ടറി K ഷീന, 2ാം വാർഡ് സേനാംഗമായ M ശാന്തിനി എന്നിവർ അഭിമുഖത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചു.
മുഖാമുഖത്തിന് മുന്നോടിയായി 3ാം ക്ലാസ് ഈ ഡിവിഷനിലെ ജിയ ചിതേഷ് പാഠഭാഗം വായിച്ചു. സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ, സുഷി ജോയ്, അധ്യാപകരായ പി ജിതേഷ്, സോണി സിബിൾ, കെ ബേബി, എ കെ സബീന, ജിജി ജെയിംസ് എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മൊഗ്രാലിൽ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ MEC7 ഹെൽത്ത് ക്ലബ് യൂണിറ്റ് രൂപീകരണത്തിനായുള്ള കൂടിയാലോചനാ യോഗം ചേർന്നു. അടുത്ത ആഴ്ചയോടെ ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ 2012 രൂപം കൊണ്ട മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ MEC7 ഹെൽത്ത് ക്ലബ് യൂണിറ്റ് മൊഗ്രാലിലും രൂപീകരിച്ചു. അനുദിനം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും സാമൂഹികമായ അനാരോഗ്യ പ്രവണതകളിൽ നിന്നും മുക്തരാവുന്നതിനും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വ്യായാമം ഉൾപ്പെടെയുള്ള പരിശീലനങ്ങളാണ് ഹെൽത്ത് ക്ലബ്ബിൽ ചെയ്തുവരുന്നത്. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ക്യാപ്റ്റൻ സലാഹുദ്ദീനാണ് ഈ ആരോഗ്യ പദ്ധതി സമൂഹത്തിന് സമർപ്പിച്ചത്. യൂണിറ്റ് ആരംഭിക്കുന്നതിനായുള്ള കൂടിയാലോചനാ യോഗം മൊഗ്രാൽ സ്കൂൾ മൈതാനത്ത് നടന്നു. ഹെൽത്ത് ക്ലബിന്റെ വ്യായാമ മുറകൾ കെ മുഹമ്മദ് കുഞ്ഞി നാങ്കി പരിചയപ്പെടുത്തി. എം മാഹിൻ മാസ്റ്റർ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. അടുത്ത ആഴ്ചയോടെ ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം സംഘടിപ്പിക്കാൻ കൂടിയാലോചനാ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ MC അക്ബർ പെർവാഡ്, MA അബ്ദുൾ റഹ്മാൻ സുർത്തിമൂല, ഹമീദ് പെർവാഡ്, ഗഫൂർ പെർവാഡ്, KA അബ്ദുൾ റഹ്മാൻ, MC കുഞ്ഞഹമ്മദ്, അബ്ബാസ് KM കൂൾഫോം, സെഡ് മൊഗ്രാൽ, മുഹമ്മദ് ആസിഫ് PA, റിയാസ് കരീം, MA മൂസ, MG റഹ്മാൻ, MA അബൂബക്കർ, സിദ്ദിഖ്, TK ജാഫർ, അബ്ദുള്ള ജസീം, മുഹമ്മദ് സബാൻ, BA മുഹമ്മദ് കുഞ്ഞി, മുഹമ്മദ് MA, അബ്ദുള്ള സൂപ്പർ, HA ഹസൻ, OK മസൂദ്, നസ്രുമാഷ്, അബ്ദുള്ള അബ്ബാസ്, മുഹമ്മദ് മൊഗ്രാൽ, TA ജലാൽ, ഷെരീഫ് ദീനാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആധുനിക രീതിയിൽ നവീകരിച്ച ലാബ് കുട്ടികൾക്ക് തുറന്നു നൽകി. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിലെ 17 ഡിവിഷനുകളിലെ 750-ൽ പരം വിദ്യാർത്ഥികൾക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യാ സഹായത്തോടെ പഠനം നടത്തുവാനുള്ള അവസരമാണ് സ്കൂൾ ലാബിൽ ഒരുക്കിയത്. വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പഠനം, ഇന്റർനെറ്റ് സർഫിംഗ്, ഓൺലൈൻ പഠനം എന്നിവ കൂടുതൽ എളുപ്പത്തിൽ നടത്തുവാൻ സഹായകരമായ രീതിയിലാണ് ലാബ് സജ്ജീകരിച്ചിട്ടുള്ളത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച ലാബ് സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്കൂൾ PTA പ്രസിഡന്റ് TKM മുഹമ്മദ് റഫീഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ MC ഷിഹാബ്, മദർ PTA പ്രസിഡന്റ് PP ആയിഷ, സ്റ്റാഫ് സെക്രട്ടറി P ഹരീന്ദ്രൻ, SRG കൺവീനർ K പ്രകാശ്, VK ശശികല, MTC ആരിഫ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 65ാമത് കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സിന് ബെദിര പാണക്കാട് തങ്ങൾ മെമ്മോറിയൽ AUP സ്കൂളിന്റെ ആതിഥേയത്വത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTM AUP സ്കൂൾ ആതിഥ്യമരുളുന്ന 65ാമത് കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സിന് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉജ്ജ്വല തുടക്കം. 7 പഞ്ചായത്തുകളും നഗരസഭയും ഉൾക്കൊള്ളുന്ന 140 സ്കൂളുകളിൽ നിന്ന് 6000-ഓളം വിദ്യാർത്ഥികളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലയിലെ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുന്നത്. മേള രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമുള്ള പൗരന്മാരെ വാർത്തെടുക്കണമെങ്കിൽ കുട്ടിക്കാലം മുതൽ ആ പരിശീലനം നടക്കണം. നമ്മുടെ കുട്ടികളുടെ എല്ലുകളും പേശികളും വളർന്നു വരണമെങ്കിൽ അവ നിർമ്മിക്കാൻ ആവശ്യമായ കായിക പരിശീലനം അവർക്ക് കൊടുക്കണം. അവരുടെ പൊണ്ണത്തടി ഇല്ലാതാക്കാൻ, അവരുടെ കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ, അവരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ, അവർക്ക് നല്ല ഉറക്കം കിട്ടണമെങ്കിൽ കായികമായ വിനോദങ്ങളിൽ ബാല്യകാലം തൊട്ട് കുഞ്ഞുങ്ങളെ വ്യാപൃതരാക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒന്ന്, കഠിനാധ്വാനം വേണം. കഠിനാധ്വാനം ചെയ്യാത്ത ആർക്കും ഒരിക്കലും ഒരിടത്തും എത്തിച്ചേരാനാവില്ല. രണ്ടാമത്തെ കാര്യം, സ്ഥിരോത്സാഹം വേണം. അപ്പോൾ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഈ തലമുറയ്ക്ക് ആവശ്യമാണ്. സ്വാഗത സംഘം ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് CI C നളിനാക്ഷൻ മാർച്ച് ഫാസ്റ്റിന് സല്യൂട്ട് സ്വീകരിച്ചു. ഒളിമ്പിക്സിന് തുടക്കം കുറിച്ച് കാസർഗോഡ് AEO അഗസ്റ്റിൻ ബേണാഡ് പതാക ഉയർത്തി.
ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ, ജമാഅത്ത് സെക്രട്ടറി BM അബ്ദുൾ റസാഖ്, മുനിസിപ്പൽ ആരോഗ്യ സ്ഥിരം സമിതി അംഗം ഖാലിദ് പച്ചക്കാട്, വിദ്യാനഗർ CI വിപിൻ, മമ്മുച്ചാല, BA സൈനുദ്ദീൻ, CA അബ്ദുള്ള കുഞ്ഞി, BA അബൂബക്കർ ഹാജി, BPO ഖാസിം, സുഫൈജ അബൂബക്കർ, അഡ്വക്കേറ്റ് സരിത SN, മധു മാസ്റ്റർ N, ഷുക്കൂർ മാസ്റ്റർ, റോഷ്നി ടീച്ചർ, CN സലാം, ഹമീദ് ബെദിര എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ CA മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും PTA പ്രസിഡന്റ് ഹാരിസ് ബെദിര നന്ദിയും പറഞ്ഞു. റെസ്ലിംഗിൽ സംസ്ഥാന തലത്തിലേക്ക് അർഹത നേടിയ PTM AUPS വിദ്യാർത്ഥികളായ നഷ്റത്ത് റഹ്മാൻ, മുഹമ്മദ് നാസിം, മർവാൻ അർസാം, മുഹമ്മദ് മൊയ്തീൻ, തൗസീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ദീപശിഖയ്ക്ക് തീ കൊളുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭക്തരെ വരവേറ്റ് ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം. നവരാത്രി ഉത്സവകാലത്ത് ക്ഷേത്രത്തിലെത്തുന്നത് പതിനായിരങ്ങളാണ്. ദിവസവും വിശേഷാൽ പൂജകളും കലാപരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു. നാടിന്റെ മാരിയകറ്റുന്ന ഐശ്വര്യ ദേവതയാണ് ഹോസ്ദുർഗ് മാരിയമ്മ. പരാശക്തിയുടെ എല്ലാ ഭാവങ്ങളുടെയും സമന്വയമാണ് മാരിയമ്മ. സരസ്വതിയിൽ നാവൽ നിറയും, ലക്ഷ്മിയായി സമൃദ്ധി ചൊരിയും, ശക്തി ചൈതന്യം കാട്ടിത്തരുന്ന കാളിയാകും. ഈ സന്നിധിയിലെത്തി ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പെന്നാണ് വിശ്വാസം. പൂങ്കാവനം ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു ദേവി ആദ്യം കുടിയിരുന്നതെന്നാണ് സങ്കല്പം. 10 നൂറ്റാണ്ട് മുൻപ് ശക്തേയ ഉപാസകരായ ലഘുഭട്ടാരകൻ, പരാഭട്ടാരകൻ എന്നിവരാണ് ദേവീ ചൈതന്യം കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കുന്നു. ഹോസ്ദുർഗ് കോട്ട നിർമ്മിക്കുമ്പോൾ ദേവിയെ ഇപ്പോഴുള്ള സ്ഥലത്ത് മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നു. അതോടെ മാരിയമ്മ എന്നറിയപ്പെടാൻ തുടങ്ങി. ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിനാണ് ഏറെ പ്രാധാന്യവും പ്രസിദ്ധിയും. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്പത്തിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുള്ളത്. 2 സിദ്ധന്മാർ ദേവീ ചൈതന്യം ആവാഹിച്ചു കൊണ്ടുവന്ന് പൂങ്കാവനത്ത് പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം ഹൊസ്ദുർഗ് കോട്ട പണിയുന്ന അവസരത്തിൽ ആ ചൈതന്യത്തെ നിലവിൽ ക്ഷേത്രമുള്ള സ്ഥലത്ത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് മാരിയമ്മ ക്ഷേത്രം. പ്രദേശത്തെ 9 കുടുംബക്കാർക്കാണ് ഓരോ ദിവസത്തെയും പൂജയുടെ അവകാശം. നവരാത്രി കാലത്തെ പ്രസാദമൂട്ട് മറ്റ് ദേശങ്ങളിൽ വരെ കേളികേട്ടതാണ്. നിത്യേന നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആയിരങ്ങളാണ് ദേവീസന്നിധിയിലെത്തുന്നത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഏകദേശം 2 കോടി രൂപ ചിലവിൽ ഗോപുരവും ചുറ്റുമതിലും നിർമ്മിക്കും. ചുറ്റുമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1.5 വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി നിയമങ്ങളിലെ അപാകത പരിഹരിക്കുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും അനുവദിക്കുക, നിലവിലുള്ള അവകാശങ്ങൾ കൃത്യമായി തൊഴിലാളികൾക്ക് നൽകുന്ന കാര്യത്തിൽ ചീഫ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ അവസാനിപ്പിക്കുക, ക്ഷേമനിധി വിഹിതം ഒടുക്കാത്ത ഉടമകളുടെ വാഹനങ്ങളുടെ നികുതി സ്വീകരിക്കുന്നത് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മോട്ടോർ തൊഴിലാളികൾ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നിവേദന സമർപ്പണവും നടത്തിയത്. 10 വർഷം സർവീസ് പൂർത്തിയാക്കുന്ന അംഗങ്ങൾക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പെൻഷൻ അനുവദിക്കുക, തൊഴിലാളികളുടെ അല്ലാത്ത കാരണത്താൽ സർവീസ് പൂർത്തിയാക്കാൻ കഴിയാത്ത തൊഴിലാളികൾക്ക് വിഹിതം അടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. രാജൻ കരിച്ചേരി, പ്രശാന്ത് പയറ്റിയാൽ, ദാമോദരൻ നീലേശ്വരം, K രാമകൃഷ്ണൻ, KM രാജീവൻ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം K പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അച്ഛന്റെ സുഹൃത്തിനെ പോലീസ് സഹായത്തോടെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ച നീലേശ്വരത്തെ ദുർഗയ്ക്ക് കാഞ്ഞങ്ങാട് റോട്ടറിയുടെ ആദരം. കരുതലിന് ആദരം പരിപാടിയിൽ ദുർഗയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ജില്ലാ പോലീസ് മേധാവി D ശില്പ ആദരിച്ചു. പാതിരാത്രിയിൽ പോലീസിനെ വിളിച്ച് അച്ഛന്റെ സുഹൃത്തിനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 18-കാരി M ദുർഗയെ കാഞ്ഞങ്ങാട് റോട്ടറി ആദരിച്ചു. നീലേശ്വരം മൂന്നാംകുറ്റിയിലെ ബദിര മൂഗ ദമ്പതിമാരായ രവി ആചാര്യയുടെയും ചിത്രയുടെയും മകളാണ് ദുർഗ. +2 പാസ്സായി നീറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ജീവൻ രക്ഷിക്കാൻ കൃത്യമായ ഇടപെടൽ നടത്തിയ ഹൊസ്ദുർഗ് ഇൻസ്പെക്ടർ P അജിത് കുമാർ, ASI E രമേശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PV ഷൈജു മോഹൻ, പോലീസ് ഡ്രൈവർ P രാജേഷ് എന്നിവരെയും ആദരിച്ചു.
ചടങ്ങ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. പത്രപ്രവർത്തകൻ ഇ.വി. ജയകൃഷ്ണൻ, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ വി. ഹരീഷ്, റോട്ടറി ക്ലബ് പബ്ലിക് ഇമേജ് ചെയർമാൻ M.S. പ്രദീപ്, അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ M. വിനോദ്, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ കെ. മഞ്ജുനാഥ് പൈ, N. സുരേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിലെ വ്യവസായി മുംതാസ് അലിയുടെ മരണം പിന്നിൽ ഹണി ട്രാപ്പ് എന്ന് പോലീസ്. പോലീസിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവം. പ്രതിഷേധം ശക്തമാകുന്നു. SI വന്ന് താക്കോൽ ഊരിപ്പോയി. ഓട്ടോറിക്ഷ വിട്ടുതരാതെ എന്നെ ടോർച്ചർ ചെയ്തു. മരിക്കുന്നതിന് മുൻപ് അബ്ദുൽ സത്താർ പങ്കുവച്ച വീഡിയോ KCN ന്യൂസിന്. ഓട്ടോ ഡ്രൈവറുടെ ആത്മഹത്യ. പോലീസിന് വീഴ്ച ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ചൈനയിൽ ചരക്ക് കപ്പലിൽ നിന്നും കാണാതായ മാലക്കല്ല് സ്വദേശി ആൽബർട്ടിനെ കണ്ടെത്താൻ നടപടി വേണം. E. ചന്ദ്രശേഖരൻ MLA മുഖേന കുടുംബം മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പൊസോട്ട് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ജമാഅത്ത് കമ്മിറ്റി. വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.